ഏവർക്കും എംഫേവർ ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ മറ്റ് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് പോലും കറണ്ട് അഫയേഴ്സ് എത്രത്തോളം പ്രാധാന്യമാണ് പ്രാഥമിക പരീക്ഷയ്ക്ക് എന്നുള്ളത് അറിയാവുന്നതാണ്. ഇവൻ മെയിൻസിന് പോലും കറണ്ട് അഫയേഴ്സ് നല്ല രീതിയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിയാൽ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നമുക്ക് മുൻകാലങ്ങളിൽ നമ്മൾ നൽകിയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് അതും ഒട്ടും ലോഡില്ല. മീൻസ് സാധാരണ ഒരു രീതിയിൽ നമ്മൾ കറണ്ട് അഫയർ ബുക്കൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ 500-600 പേജ് നമ്മൾ പഠിക്കേണ്ടി വരും. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഏതാനും ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അതിൽ നിന്നേ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടാവത്തുള്ളൂ. 0.33 മാർക്കിന് പോലും പ്രാധാന്യമുള്ള ഈ ഒരു കാലഘട്ടത്തിൽ കംപ്ലീറ്റ് ചോദ്യങ്ങളും കറണ്ട് അഫയേഴ്സ് കഴിഞ്ഞ പരീക്ഷകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എംഫേവർ ലേണിംഗ് ആപ്പിൽ തന്നെ ആയിരുന്നു എന്നുള്ളത് നമുക്ക് വലിയൊരു പ്രതീക്ഷയാണ്. ഇനി വരുന്ന പരീക്ഷകൾക്കും കുട്ടികൾക്കും അതൊരു പ്രതീക്ഷയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. എംഫേവർ കേരള PSC എന്ന് നിങ്ങൾ ടെലഗ്രാമിൽ സെർച്ച് ചെയ്യാം. എംഫേവർ കേരള PSC നമ്മുടെ ചാനലാണ്. അതിൽ ഈ പറയുന്ന ക്ലാസ്സിൻ്റെ നോട്ട് അവൈലബിൾ ആയിരിക്കും. അല്ലാത്ത പക്ഷം എംഫേവർ ലേണിംഗ് ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ഐഫോണിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്ത് അവിടെ നിന്നും ഈ പറയുന്ന നോട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. കാര്യത്തിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം ഒന്ന് പരിശോധിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് നോക്കിയേ. സംസ്ഥാന തദ്ദേശ സ്വയംഭരണ കമ്മീഷന്റെ തലവൻ. നമുക്ക് 2025 ജാനുവരിയിലുള്ള കാര്യം പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് സംസ്ഥാന തദ്ദേശ സ്വയംഭരണ കമ്മീഷന്റെ തലവൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം B. അശോക് ആണ്. അപ്പോൾ കേരള സംസ്ഥാനം പുതുതായിട്ട് രൂപവൽക്കരിക്കാൻ പോകുന്ന ഒരു കമ്മീഷനാണ് സംസ്ഥാന തദ്ദേശ സ്വയംഭരണ കമ്മീഷൻ. നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിലകൊള്ളുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, അതായത് വിവിധ ബിസിനസ്സുകൾ വളരെ മെച്ചപ്പെട്ട രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ആ രീതിയിൽ മുന്നോട്ടെത്തിക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ട രീതിയിലുള്ള നിയമങ്ങളും മറ്റും അനുകൂലമാക്കുക എന്ന ലക്ഷ്യത്തോട് കൂറുപുലർത്തുന്ന രീതിയിലാണ് കേരള സംസ്ഥാന തദ്ദേശ സ്വയംഭരണ കമ്മീഷൻ രൂപവൽക്കരിക്കാൻ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തലവനാകുന്നത് B. അശോക് ആണ്. B. അശോക്. ഇനി കേരളത്തിൽ മാതൃകാ ഡിജിറ്റൽ കുടുംബ കോടതി നിലവിൽ വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കേരളത്തിൽ മാതൃകാ ഡിജിറ്റൽ കുടുംബ കോടതി. അപ്പോൾ ഡിജിറ്റൽ കുടുംബ കോടതി എന്ന് പറയുമ്പോൾ അറിയാം വീഡിയോ കോൺഫറൻസിങ് ബാക്കിയുള്ള പരിപാടികളൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലൊരു ഡിജിറ്റലൈസ് ചെയ്ത ഒരു കുടുംബ കോടതി, അതും മാതൃകാപരമായ ഡിജിറ്റൽ കുടുംബ കോടതി നിലവിൽ വരുന്നത് ശാസ്താംകോട്ട, കൊല്ലം ജില്ല. ഓക്കെ. ഇനി കേരളത്തിൽ കാറ്റാടിപ്പാടങ്ങൾ അഥവാ വിൻഡ് ഫാംസ്. ഓക്കെ, നമുക്ക് ഈ പറയുന്ന തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. ഈ പറയുന്ന കന്യാകുമാരി ഡിസ്ട്രിക്റ്റ്, തിരുനെൽവേലി ഡിസ്ട്രിക്റ്റിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് കാറ്റാടിപ്പാടങ്ങൾ. അപ്പോൾ ഈ പറയുന്ന KSEBയുടെ കീഴിൽ തന്നെ കാറ്റാടിപ്പാടങ്ങൾ വരാനിരിക്കുകയാണ്. പുതുതായിട്ട് കാറ്റാടിപ്പാടങ്ങൾ വരാനിരിക്കുന്ന സ്ഥലങ്ങൾ 4 ആണ്. 1 ഇടുക്കി ജില്ലയിലെ രാമക്കൽമേട്, 5 ആണ്. ഓക്കെ. 2 മാൻകുത്തിമേട് ഇടുക്കി, 3 പാപ്പൻപാറ ഇടുക്കി. അപ്പോൾ ഇടുക്കിയിൽ തന്നെ 3 ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അല്ലേ KSEBയുടെ കീഴിലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് രാമക്കൽമേടാണ്. പിന്നെ മാൻകുത്തിമേടും പാപ്പൻപാറയും. തിരുവനന്തപുരത്ത് പൊന്മുടി ഒരു ഹിൽ സ്റ്റേഷൻ ആണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. പാലക്കാട് അട്ടപ്പാടി. അപ്പോൾ ഈ പറയുന്ന 5 ഇടങ്ങളിലാണ് വിൻഡ് ഫാംസ് വരുന്നത്. ഏതൊക്കെയാണ്? രാമക്കൽമേട്, മാൻകുത്തിമേട്, പാപ്പൻപാറ, തിരുവനന്തപുരം ജില്ലയാണെങ്കിൽ പൊന്മുടി, പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി. ഇനി 2025 അവസാനിച്ച 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ കിരീടം സ്വന്തമാക്കിയത് ഉത്തരം തൃശ്ശൂരാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 25 വർഷങ്ങൾക്ക് ശേഷം, 1/4 നൂറ്റാണ്ടിന് ശേഷമാണ് തൃശ്ശൂർ സ്കൂൾ കലോത്സവ കിരീടം നേടുന്നത് അല്ലേ. അപ്പോൾ 1ാം സ്ഥാനം അല്ലെങ്കിൽ ജേതാക്കൾ എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. 2ഉം 3ഉം പ്രസക്തിയില്ല എങ്കിൽ കൂടിയിട്ടും 2ാം സ്ഥാനം പാലക്കാട്, 3ാം സ്ഥാനം കണ്ണൂരൊക്കെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, വേദി വന്നിട്ട് തിരുവനന്തപുരമാണ്. അപ്പോൾ അത്
2025 സമാപിച്ച 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ കിരീടം സ്വന്തമാക്കിയിരിക്കുന്നത് തൃശ്ശൂരാണ്. വേദി വന്നിട്ട് തിരുവനന്തപുരമാണ്. പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു, ടോവിനോ തോമസും ആസിഫ് അലിയും ഒക്കെ സമാപന ചടങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ 15ാമത് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പലരും അറിയാതെ പോയ ഒരു കാര്യം കൂടി ആയിരിക്കാം. ഇന്ത്യയുടെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ മാറിയിട്ടുണ്ട്. മുന്നേ ഗിരീഷ് ചന്ദ്ര മുർമു ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ 15ാമത്തെ, എത്രാമത്തെ എന്നുള്ളതും PSCയുടെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. 15ാമത്തെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് ആര്? കെ സഞ്ജയ് മൂർത്തി. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കെ എന്നുള്ളത് ജെ ആവാം, എസ് ആവാം. ഇതൊക്കെ മാറ്റിയിട്ട് PSC ഓപ്ഷൻ കൊണ്ടുവന്നാൽ നിങ്ങൾ പെട്ടുപോകും. അതുകൊണ്ട് തന്നെ കെ സഞ്ജയ് മൂർത്തി എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഇനിഷ്യൽ വരെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മുന്നേ ഉണ്ടായിരുന്നത് ഗിരീഷ് ചന്ദ്ര മുർമു ആണ് എങ്കിൽ നിലവിൽ 15ാമത് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് ആണത്, അല്ലെ? കെ സഞ്ജയ് മൂർത്തി. അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എത്രാമത്തെ? 26ാമത്തെ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 26ാമത് ഗവർണർ ആയ വ്യക്തി, അല്ലെ? അപ്പോൾ അതെന്ന് പറയുന്നത് ആരാ? 26ാമത് ഗവർണർ ശക്തികാന്ത ദാസ് ആയിരുന്നു മുന്നേ. നിലവിൽ സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്ര. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ്. മാറിയും തിരിഞ്ഞും പോവും നിങ്ങൾക്ക്. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ 15ാമത്തെ ആരാ? കെ സഞ്ജയ് മൂർത്തിയാണ്. എന്നാൽ ഇവിടെയാണെങ്കിലോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത്തെ ഗവർണർ എന്നാണ് ചോദിക്കുന്നത്. 26ാമത്തെ, എത്രാമത്തെ എന്നതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതും ഒരു സഞ്ജയ് ആണ്, പക്ഷെ സഞ്ജയ് മൽഹോത്ര. ഓക്കെ, ഇനി അടുത്തതും എസ് വെച്ച് തന്നെയാണ് തുടങ്ങുന്നത്, അല്ലെ? സുപ്രീം കോടതിയുടെ 51ാമത് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. അപ്പൊ എത്രാമത്തേതാണ്? 51ാമത്. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. ആന്ധ്ര ക്രിക്കറ്റ് അസോസിയേഷന്റെ വനിതാ ക്രിക്കറ്റ് പ്രവർത്തനങ്ങളുടെ ഉപദേഷ്ടാവായിട്ട് നിയമിക്കപ്പെട്ടത് മുൻ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരമായ മിഥാലി രാജാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, അല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് ഇങ്ങനെയാണ് വന്നത്, ഇന്ത്യൻ തീര സംരക്ഷണ സേന. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ മലയാളത്തിൽ ഇന്ത്യൻ തീര സംരക്ഷണ സേന എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് കോസ്റ്റ് ഗാർഡ് ആണെന്ന് ആ ഒരു സെക്കൻഡിൽ എക്സാം ഹാളിൽ ഇരുന്നു കൊണ്ട് കത്തണമെന്നില്ല. അപ്പൊ അതൊന്ന് നോക്കിക്കൊള്ളണം. ഡയറക്ടർ ജനറൽ എന്ന് പറഞ്ഞാൽ എസ് പരമേശ്. ഇനി ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയാണ്. ഉപമുഖ്യമന്ത്രി സുരീന്ദ്ര ചൗധരി. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജമ്മു കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് നിലവിൽ വന്നതിന് ശേഷം നിയമസഭയോട് കൂടിയ ഒരു കേന്ദ്ര ഭരണ പ്രദേശം എന്ന സ്റ്റാറ്റസിലേക്ക് എത്തിയതിനു ശേഷം ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രിയാകുന്ന ആദ്യ വ്യക്തിയാണ് ആര്? ഒമർ അബ്ദുള്ള. ജമ്മു കാശ്മീരിന്റെ ചരിത്രത്തിൽ ഉപമുഖ്യമന്ത്രി അഥവാ ഡെപ്യൂട്ടി CM ആകുന്ന ആദ്യ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? സുരീന്ദർ ചൗധരി. അപ്പോൾ ജമ്മു കാശ്മീരിന്റെ ആദ്യ ഉപമുഖ്യമന്ത്രിയാണ് സുരീന്ദർ ചൗധരി. ഓക്കെ, അതുപോലെ 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്തോനേഷ്യയാണ്. ഈ ബ്രിക്സ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, B സ്റ്റാൻഡ്സ് ഫോർ ബ്രസീൽ, R സ്റ്റാൻഡ്സ് ഫോർ റഷ്യ, I സ്റ്റാൻഡ്സ് ഫോർ ഇന്ത്യ, C സ്റ്റാൻഡ്സ് ഫോർ ചൈന, S സ്റ്റാൻഡ്സ് ഫോർ സൗത്ത് ആഫ്രിക്ക എന്നിങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും അറിയാം ബ്രിക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ 5 പേര് ചേർന്ന് വന്നിട്ടുള്ളതല്ല, അല്ലെ? 2009 ബ്രിക്സ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്തിട്ടുള്ളത്. നിലവിൽ ബ്രിക്സിൽ അംഗങ്ങളുടെ എണ്ണം ഇന്തോനേഷ്യ ഉൾപ്പെടെ 10 പേരാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതായത് ആഫ്രിക്കയിൽ നിന്ന് 2 രാജ്യങ്ങൾ കൂടിയുണ്ട്. സൗത്ത് ആഫ്രിക്കയെ കൂടാതെ ആഫ്രിക്കയിൽ നിന്ന് 2 രാജ്യങ്ങൾ, ഒന്ന് ഈജിപ്തും മറ്റൊന്ന് എത്തിയോപ്യയും. ഏഷ്യയിൽ നിന്ന് വന്നിട്ടുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത്, അതായത് ഈ പറയുന്ന റഷ്യ, ഇന്ത്യ, ചൈനയ്ക്ക് പുറമെ ഏഷ്യയിൽ നിന്ന് വന്നിട്ടുള്ള രാജ്യങ്ങൾ ഇറാൻ, അതുപോലെ തന്നെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും പിന്നെ പുതുതായിട്ട് ചേർന്ന ഇന്തോനേഷ്യയുമാണ് കേട്ടോ. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങളത് നോക്കിക്കൊള്ളുക. സോ 2025 ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യം, നിലവിൽ ബ്രിക്സിൽ എത്ര രാജ്യങ്ങളുണ്ട്? 10 രാജ്യങ്ങളാണ്, അല്ലെ? അപ്പോൾ ബ്രിക്സ് 2009 ഫോർമേഷൻ. ബ്രിക്സിൽ ഈ പറയുന്ന 5 രാജ്യങ്ങളല്ലാതെ പുതുതായിട്ട് ചേർന്നിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാ? ആഫ്രിക്കയിൽ നിന്ന് ഈജിപ്ത്, എത്തിയോപ്യ, രണ്ടും ഈ തന്നെയാണ്. ഏഷ്യയിൽ നിന്ന് ഇറാൻ, UAE, ലേറ്റസ്റ്റ് ആയിട്ട് ഇന്തോനേഷ്യ.
അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ്, അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ പ്രസിഡന്റ് ബഹദൂർ സിംഗ് സാഗു ആണ്. ബഹദൂർ സിംഗ് സാഗു. എന്നാൽ കേരള PSC ലേറ്റസ്റ്റ് ആയിട്ട് അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യം അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റായി നിയമിതയായ മലയാളി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിനുള്ള ഉത്തരം അഞ്ജു ബോബി ജോർജ് ആണ്. അഞ്ജു ബോബി ജോർജ് വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് നിലവിൽ അഞ്ജു ബോബി ജോർജ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാലോ? കേന്ദ്ര സംസ്ഥാന ഏജൻസികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലുള്ള അന്വേഷണങ്ങൾക്കുമായി CBI ആവിഷ്കരിച്ച വെബ് പോർട്ടലാണ് ഭാരത് പോൾ എന്ന് പറയും. ഇപ്പോൾ ഇന്റർപോൾ എന്ന് പറയുന്നത് പോലെ ഭാരത് പോൾ CBI ആവിഷ്കരിച്ച ഒരു അന്വേഷണ വെബ് പോർട്ടലാണ് ഭാരത് പോൾ. ഇനി 2025 18ാമത് പ്രവാസി ഭാരതീയ ദിവസിന്റെ വേദി, ഉത്തരം ഭുവനേശ്വരാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രവാസി ഭാരതീയ ദിവസ് എന്ന് പറയുന്നത് ജനുവരി 9 അല്ലേ, എല്ലാം മതിയാക്കി ഇന്ത്യയിലേക്ക്, അതായത് ഓവർസീസ് പര്യടനങ്ങളും മറ്റ് പരിപാടികളും എല്ലാം മതിയാക്കി ഗാന്ധി കാലുകുത്തിയ ദിവസമാണ് ജനുവരി 9. അതുകൊണ്ടാണ് ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസ് എന്ന് പറഞ്ഞ് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ 2015 18ാമത് പ്രവാസി ഭാരതീയ ദിവസിന്റെ വേദി എന്ന് പറയുന്നത് ഒഡീഷയിലെ ഭുവനേശ്വരാണ്. മുഖ്യ അതിഥി എന്ന് പറയുന്നത് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ രാജ്യത്തിന്റെ പ്രസിഡന്റായ ക്രിസ്റ്റീൻ കാർല കാംഗ്ലു, ഒരു വനിതാ പ്രസിഡന്റ് ആണ് ക്രിസ്റ്റീൻ കാർല കാംഗ്ലു. ഓക്കെ, അതുപോലെ ISROയുടെ 11ാമത് ചെയർമാൻ അല്ലെ, 10ാമത്തെ ചെയർമാൻ S സോമനാഥ്, 11ാമത്തെ ചെയർമാൻ എന്ന് പറയുന്നത് V നാരായണൻ. ഇതും PSC ചോദ്യമായിട്ട് തന്നെ ഉയർന്നു വരും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ISRO ചെയർമാൻമാർ എപ്പോൾ മാറിയാലും അത് ചോദ്യം തന്നെയാണ്. എത്രാമത്തെ ചെയർമാൻ എന്നുള്ളതാണ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് എടുത്തു പറയാനുള്ളത്. 11ാമത്തെ ചെയർമാൻ V നാരായണൻ, 10ാമത്തെ ചെയർമാൻ S സോമനാഥ് എന്നുള്ളതും ഓർത്തിരിക്കുക. അടുത്തിടെ രാഷ്ട്രപിതാവിനെ മാറ്റിയ ഇന്ത്യയുടെ അയൽരാജ്യം അല്ലെ, മുജീബുർ റഹ്മാൻ ആയിരുന്നു രാഷ്ട്രപിതാവ്. അദ്ദേഹത്തെ രാഷ്ട്രപിതാവ് എന്ന ലേബലിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശിൽ വിമത വിഭാഗം അല്ലെങ്കിൽ പ്രതിപക്ഷ വിഭാഗം അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? സൈന്യം തന്നെ അവിടുത്തെ രാജ്യം പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. മുഹമ്മദ് യൂനിസ് ആണ് ഈ പറയുന്ന ഇടക്കാല സർക്കാരിന്റെ മേധാവിയായിട്ട് അവിടെ നിൽക്കുന്നത്. അവിടുത്തെ രാജ്യം ഭരിച്ചിരുന്ന ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു. ശരിക്കും ഷെയ്ഖ് ഹസീനയുടെ വിസ കാലാവധി ഇന്ത്യ പുതുക്കി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. കാരണം അവർക്ക് ഇന്ത്യ വിട്ട് വേറെ ഒരു രാജ്യത്തും പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇന്ത്യയാണ് അവരെ ഇപ്പോൾ സംരക്ഷിക്കുന്നത്. അർബുദ രോഗബാധയുള്ള കോശങ്ങളെ കണ്ടെത്തി നശിപ്പിക്കുന്ന ടാർഗറ്റഡ് ക്യാൻസർ തെറാപ്പിക്ക് കുത്തിവെക്കാവുന്ന ഹൈഡ്രോജൽ വികസിപ്പിച്ചത്, ഉത്തരം IIT ഗുവാഹത്തിയാണ്. സയൻസ് ആൻഡ് ടെക് എന്ന് പറയുന്നത് നമുക്ക് പ്രിലിമിനറി പരീക്ഷയുടെ ഭാഗമായിട്ട് ഡിഗ്രി ലെവൽ പരീക്ഷ നോക്കുന്ന കുട്ടികൾ പഠിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരത്തിൽ സയൻസ് ആൻഡ് ടെക് വിഭാഗത്തിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയതായിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ് ഈ IIT ഗുവാഹത്തിയുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലേ. ഇൻജക്റ്റബിൾ ഹൈഡ്രോജെൽസ് എന്ന് പറയും. ഇൻജക്റ്റബിൾ ഹൈഡ്രോജെൽസ് നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ ക്യാൻസർ ട്രീറ്റ്മെന്റ് കുറെ കൂടി എഫക്റ്റീവ്നെസ് ആകുകയും ചെയ്യും, സൈഡ് എഫക്ട്സിന്റെ കുറവ് ഉണ്ടാകും എന്നുള്ളതാണ് പുതിയ ആ ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇൻജക്റ്റബിൾ ഹൈഡ്രോജെൽസ് വികസിപ്പിച്ചിരിക്കുന്നത്. ആരാണ് വികസിപ്പിച്ചിരിക്കുന്നത്? IIT ഗുവാഹത്തി. ഇനി 2024 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നേടിയിരിക്കുന്നവര് ഡി ഗുഗേഷ്, നമുക്കറിയാം ഇപ്പോൾ വേൾഡ് ചെസ് ചാമ്പ്യൻ ആയിരിക്കുകയാണ് അല്ലെ. ഡി ഗുഗേഷ് എന്ന് പറയുന്നത് തമിഴ്നാടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ PSCയുടെ ചോദ്യം ഇങ്ങനെ വരാം, മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന് ചോദിച്ചാലും അവിടെ ആ ചോദ്യത്തിനുള്ളിൽ തന്നെ മറ്റൊരു ചോദ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഡി ഗുഗേഷ് ചെസ് ആണ്. ഹർമൻപ്രീത് സിംഗ് ഹോക്കി ഇന്ത്യയുടെ ക്യാപ്റ്റനാണ്, പുരുഷ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റനാണ്. അതുപോലെ തന്നെ പ്രവീൺ കുമാർ പാരാ അത്ലറ്റിക്സ് താരമാണ്. മനു ബാക്കർ ഷൂട്ടിങ്ങിൽ 2 മെഡലുകൾ ഇന്ത്യക്കായിട്ട് ഈ കഴിഞ്ഞ ഒളിമ്പിക്സിൽ നേടിയ താരമാണ് മനു ബാക്കർ. അപ്പോൾ ഡി ഗുഗേഷ്, ഹർമൻപ്രീത്, പക്ഷെ നിങ്ങൾ മറന്നുപോയേക്കും പാരാ അത്ലറ്റിക് താരം പ്രവീൺ കുമാർ, മനു ബാക്കർ ഷൂട്ടിംഗ്. 2024 അർജുന പുരസ്കാരം നേടിയ മലയാളി നീന്തൽ താരം സജൻ പ്രകാശ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരേ ഒരു മലയാളിക്കാണ് അർജുന അവാർഡ്
2024 ലഭിച്ചത്. 2024 അർജുന പുരസ്കാരം നേടിയ മലയാളി നീന്തൽ താരം സജൻ പ്രകാശാണ്. അതുപോലെ തന്നെ 2024 ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരം, അതായത് മികച്ച കോച്ചുമാർക്ക് നൽകുന്ന സ്പോർട്സ് ഫീൽഡിലെ ഒരു അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ് എന്ന് പറയുന്നത്. അത് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരത്തോടു കൂടി ലഭിച്ചിരിക്കുന്ന മലയാളി എന്ന് പറയുന്നത് ബാഡ്മിന്റൺ കോച്ച് കൂടിയായ എസ് മുരളീധരനാണ്. 2027 റോക്കറ്റ് വിക്ഷേപണത്തിന് ഒരുങ്ങുന്ന ISROയുടെ രണ്ടാമത്തെ വിക്ഷേപണ കേന്ദ്രം ഉത്തരം കുലശേഖരപുരം, തൂത്തുക്കുടി ജില്ലയാണ്, തമിഴ്നാട്ടിലെ. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ്, 2027 റോക്കറ്റ് വിക്ഷേപണത്തിന് ഒരുങ്ങുന്ന ISROയുടെ രണ്ടാമത്തെ വിക്ഷേപണ കേന്ദ്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേത് നമ്മുടെ ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന അല്ലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആണ്. രണ്ടാമത്തേത് ഈ പറയുന്ന കുലശേഖരപട്ടണം, തൂത്തുക്കുടി. 2025 ജനുവരിയിൽ രാജി പ്രഖ്യാപിച്ച കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയാണ്. അതായത് ഈ പറയുന്ന അതായത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരെ പോലെ അല്ല, കുറച്ച് നാണവും മാനവും ഉണ്ട്. അതായത് ജനങ്ങളുടെ പ്രീതി കുറഞ്ഞു എന്ന് മനസ്സിലാക്കി ഈ പറയുന്ന പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്ന പദം രാജിവെച്ചിരിക്കുകയാണ് ആരെന്ന് പറയുന്നത് ജസ്റ്റിൻ ട്രൂഡോ. അപ്പൊ അത്തരത്തിലൊരു രാജ്യ പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് കേട്ടോ. അടുത്തൊരു നേതാവിനെ കണ്ടെത്തും വരെ അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്ത് തന്നെ തുടരും. അപ്പൊ ശ്രദ്ധിക്കണം, രാജ്യത്തെ ജനങ്ങളുടെ പ്രീതി കുറഞ്ഞു എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും രാജ്യപ്രഖ്യാപനം നടത്തി ആര്? ജസ്റ്റിൻ ട്രൂഡോ. ഏകദേശം 9 വർഷത്തോളം അല്ലെ, കാനഡയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വർഷം ഈ പറയുന്ന സ്ഥാനത്തിരുന്ന വ്യക്തി കൂടിയാണ് ജസ്റ്റിൻ ട്രൂഡോ. ചൈനയിൽ റിപ്പോർട്ട് ചെയ്ത HMPV അഥവാ ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ്, വളരെ ഇമ്പോർട്ടൻറ്റ്, ഉറപ്പായിട്ടും PSC ചോദ്യമാണ്. HMPV പുതിയ വൈറസുകളെല്ലാം, കൊറോണ പോലുള്ള വൈറസുകൾ നമ്മൾ കണ്ടതാണ്. പുതിയ വൈറസുകളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് ചൈനയിൽ തന്നെയാണ്. ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് എന്നാണ് ഇതിനെ പറയുന്നത്. അത് സ്ഥിരീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥലം എന്ന് പറയുന്നത് ബംഗളൂരുവാണ്. തമിഴ്നാട്ടിലൊക്കെ ഈയിടെയൊക്കെ ആയിട്ട് 2 കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു, തമിഴ്നാട്ടിലും റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കാം, HMPV അല്ലെങ്കിൽ ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് റിപ്പോർട്ട് ചെയ്ത ആദ്യ രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ്. ഇന്ത്യയിലും ഇത് സ്ഥിരീകരിച്ചു ആദ്യമായിട്ട് ബംഗളൂരുവാണ്. 2024-25 ബോർഡർ ഗവാസ്കർ ക്രിക്കറ്റ് ട്രോഫി നേടിയത് ഉത്തരം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇന്ത്യയായിരുന്നു 4 തവണ അടുപ്പിച്ച്. ഇത്തവണ ഓസ്ട്രേലിയയിൽ വെച്ച് നടന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഓസ്ട്രേലിയ ഇന്ത്യയെ തോൽപ്പിച്ച് കിരീടം നേടി. 3-1 എന്നുള്ള രീതിയിലായിരുന്നു അല്ലെ. ഈ പറയുന്ന ആഷസ് ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും തമ്മിൽ നടക്കുന്നതാണ്. അതേപോലെയാണ് ബോർഡർ ഗവാസ്കർ ട്രോഫി. എപ്പോഴും ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിൽ മാത്രമേ അത് നടക്കാറുള്ളൂ. ഈ പറയുന്ന ക്രിക്കറ്റ് ട്രോഫിയിൽ ഏറ്റവും മികച്ച പ്ലെയർ ആയിട്ട്, അതായത് പ്ലെയർ ഓഫ് ദ സീരീസ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ജസ്പ്രീത് ബുംറയാണ്. 32 വിക്കറ്റുകളാണ് അദ്ദേഹം നേടിയത്. ഓസ്ട്രേലിയ കിരീടം നേടിയെങ്കിലും പ്ലെയർ ഓഫ് ദ സീരീസ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ജസ്പ്രീത് ബുംറ, 32 വിക്കറ്റുകൾ. ഇനി 9ാമത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിക്കപ്പെട്ടത്. അപ്പൊ ശ്രദ്ധിക്കണം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാൻ എത്രാമത്തെയാണ്? 9ാമത്തെ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വി രാമസുബ്രഹ്മണ്യൻ. ആരാണ്? വി രാമസുബ്രഹ്മണ്യൻ. അതുപോലെ 2024 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയിരിക്കുന്നത് മിഷേൽ ബാച്ചലറ്റ് ആണ്. ചിലിയുടെ മുൻ പ്രസിഡന്റ് കൂടിയാണ് മിഷേൽ ബാച്ചലറ്റ്. ഓക്കെ, വനിതാ പ്രസിഡന്റ് ആയിരുന്നു ചിലിയുടെ. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാൻ, ഓക്കെ, നമ്മുടെ BCCIയുടെ സെക്രട്ടറി ആയിരുന്നു അമിത്ഷായുടെ മകനായ ജയ്ഷാ. അദ്ദേഹം ഇപ്പോൾ ICC അഥവാ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാനായിട്ട് നിയമിക്കപ്പെട്ടു. BCCI പ്രസിഡന്റ് അറിയാലോ, നിലവിൽ റോജർ ബിന്നിയാണ്. BCCI സെക്രട്ടറി എന്ന് പറയുന്നത് ഇപ്പോൾ ഇദ്ദേഹം ഈ സ്ഥാനത്ത് നിന്ന് മാറി. ഓക്കെ, ഇനി പുതുതായിട്ട് ഒരാളെ സെലക്ട് ചെയ്യും BCCI സെക്രട്ടറി ആയിട്ട്. ICC അഥവാ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാൻ ജയ്ഷാ. ഇനി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി എന്ന് പറയുന്നത് BJPയുടെ ദേവേന്ദ്ര ഫട്നാവിസ് ആണ്. മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഏകനാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രി സ്ഥാനം സ്വീകരിച്ചു. കൂടാതെ അജിത് പവാർ, ഇവർ രണ്ടുപേരുമാണ് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റേഴ്സ് അഥവാ ഉപമുഖ്യമന്ത്രിമാർ.
ഇനി അടുത്തൊരു കാര്യമാണ്, നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ നമുക്ക് തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണ്, കുട്ടികൾ ശ്രദ്ധിക്കണം. സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരെന്ന് ചോദിച്ചാൽ രാജീവ് കുമാർ എന്ന് പറയാം, അല്ലെ? അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിക്കാൻ പോവാണ്, അദ്ദേഹം ഹിമാലയത്തിലേക്ക് ധ്യാനം പോകാനിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കേരളത്തിലേക്ക് കടന്നു വരുമ്പോൾ കേരള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് എ ഷാജഹാൻ ആണ്, റിട്ടയർഡ് IAS ആണ്. എന്നാൽ ഇവിടെ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ എന്നാണ് പറയുന്നിരിക്കുന്നത്. അതായത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ, ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആരെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം രത്തൻ യു കേൽക്കർ IAS ആണ്. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സംസ്ഥാനത്തേക്ക് കടന്നു വരിക, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്, അതിൻ്റെ ഇലക്ഷൻ കമ്മീഷണർ ആരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരം എ ഷാജഹാൻ എന്ന് പറയാം. എന്നാൽ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആരെന്ന് ചോദിച്ചാൽ അത് രത്തൻ യു കേൽക്കർ. എന്താണ് ഇദ്ദേഹത്തിന്റെ പരിപാടി എന്ന് പറയുന്നത്? സംസ്ഥാനത്ത് നടക്കുന്ന ലോക്സഭ, സംസ്ഥാന നിയമസഭ തെരഞ്ഞെടുപ്പുകൾക്ക് ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷന്റെ ഒരു പ്രതിനിധിയായിട്ട്, അതായത് ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷന്റെ പ്രതിനിധിയായിട്ട് ഇതിനൊക്കെ മേൽനോട്ടം വഹിക്കേണ്ടത് രത്തൻ യു കേൽക്കർ ആണ്. ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷന്റെ പ്രതിനിധിയായിട്ടാണ് ഇതിന് മേൽനോട്ടം വഹിക്കേണ്ടത്. ഓക്കെ, ഇനി 2023 JC ഡാനിയൽ പുരസ്കാരം, അതായത് നമ്മുടെ സിനിമാ വിഭാഗത്തിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് JC ഡാനിയൽ പുരസ്കാരം. 2023 പുരസ്കാരം ഈയിടെയാണ് പ്രഖ്യാപിച്ചത്. അത് ഷാജി N കരുൺ സംവിധായകനാണ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കണം, 2023 2024-25 17ാമത് സെയ്ദ് മുസ്താഖ് അലി 2020 ക്രിക്കറ്റ് ജേതാക്കൾ എന്ന് പറയുന്നത് മുംബൈ ആണ്. അപ്പോൾ സെയ്ദ് മുസ്താഖ് അലി ക്രിക്കറ്റ് എന്ന് പറയുന്നത് 2020 ക്രിക്കറ്റ് ആണ്, പ്രാദേശികമായിട്ട് നടക്കുന്ന ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ്. അതിൽ വിജയിയായിരിക്കുന്ന മുംബൈ ഫൈനലിൽ മധ്യപ്രദേശിനെ തോൽപ്പിച്ചു. കേരളമൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, സെമിയിൽ പോലും വന്നില്ല. ഇന്ത്യയിലെ ആദ്യത്തെ പ്രമേഹ ബയോ ബാങ്ക് സ്ഥാപിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇത്തരത്തിലുള്ള ചോദ്യം PSCയിൽ മാത്രമല്ല SSC UPSC പോലുള്ള പരീക്ഷകളിലും ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് പ്രമേഹ ബയോ ബാങ്ക് അഥവാ ഡയബറ്റീസ് ബയോ ബാങ്ക് എന്ന് പറയുന്നത്? അതായത് ഡയബറ്റീസ് ബാധിച്ചവരുടെ ബ്ലഡ് ഇവിടെ ശേഖരിച്ചു വച്ചിട്ടുണ്ട്. ഫോർ വാട്ട് പർപ്പസ്? എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയബറ്റീസുമായിട്ടുള്ള സയന്റിഫിക് റിസർച്ച്, ഡയബറ്റീസുമായിട്ട് ബന്ധപ്പെട്ട സയന്റിഫിക് റിസർച്ചിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പ്രമേഹ ബാധിതരുടെ ബ്ലഡ് ശേഖരിച്ചു വച്ചിരിക്കുന്നത്, ഡയബറ്റീസുമായിട്ട് ബന്ധപ്പെട്ട സയന്റിഫിക് റിസർച്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരത്തിലൊരു ആദ്യത്തെ ഡയബറ്റീസ് ബയോ ബാങ്ക് നിലവിൽ സ്ഥാപിച്ചിരിക്കുന്നത് ചെന്നൈയിലാണ്. മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം, കേട്ടോ, ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ പുരുഷ താരം അത് വിനീഷ്യസ് ജൂനിയർ ആണ്. ബ്രസീൽ ഫുട്ബോൾ താരമാണ്. കൂടാതെ ക്ലബ് ഫുട്ബോളിൽ റയൽ മാഡ്രിഡ് താരമാണ്. വിനീഷ്യസ് ജൂനിയർ ആണ് ഫിഫയുടെ പുരസ്കാരം നേടിയിരിക്കുന്നത്. ഫിഫ ദ ബെസ്റ്റ് പ്ലെയർ പുരസ്കാരമാണ്. ഓക്കെ, പുരുഷ താരമാണ്. വനിതാ താരം എന്ന് പറയുന്നത് ഐറ്റാന ബോൺമറ്റി, സ്പെയിൻ താരമാണ് കേട്ടോ. ഇനി 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കൾ, ഈ ലേറ്റസ്റ്റ് ആയിട്ട് സമാപിച്ച സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കൾ 78ാമത്തെ എഡിഷൻ ആണ് എന്ന് കൂടി ഓർത്തുകൊള്ളുക. വെസ്റ്റ് ബംഗാളാണ് ഫൈനലിൽ കേരളത്തെ തോൽപ്പിച്ചു. വേദി ഹൈദരാബാദാണ്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ മലയാളി, വെരി ഇമ്പോർട്ടൻ്റ് ആണ്, K ജയകുമാർ, മുൻ ചീഫ് സെക്രട്ടറി ഒക്കെ ആയിരുന്നു. കവിതാ സമാഹാരം പിങ്കള കേശിനി. 2025 200ാമത് ജയന്തി ആചരിച്ച കേരളത്തിലെ നവോത്ഥാന നായകൻ ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. ഓക്കെ, സോ മന്നം ജയന്തി 148ാമത് എന്ന് പറയും പോലെ ആറാട്ടുപുഴ വേലായുധ പണിക്കർ, അദ്ദേഹത്തിന്റെ ജയന്തി 200ാമത് ജയന്തിയായിരുന്നു. ഇനി 2025 ജനുവരിയിൽ അന്തരിച്ച പ്രമുഖ ആണവ ശാസ്ത്രജ്ഞൻ, ഉത്തരം R ചിദംബരമാണ്. പൊക്രാൻ ആണവ പരീക്ഷണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, സ്ഫോടന പരീക്ഷണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിന്ന വ്യക്തിയാണ് R ചിദംബരം. ഓക്കെ, ഇനി 2025 ജനുവരിയിൽ ലോകത്തിലെ ഏറ്റവും വായു മലിനീകരണമുള്ള നഗരമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്
വിയറ്റ്നാമിന്റെ തലസ്ഥാനമായ ഹാനോയ് ആണ്. നമ്മളെപ്പോഴും വിചാരിക്കും നമ്മുടെ രാജ്യ തലസ്ഥാനമായ ഡൽഹി എന്നുള്ളത് അല്ലേ. അപ്പോൾ അത് മാറിയിട്ടുണ്ട്, ഡൽഹി അല്ല, ഹാനോയ് വിയറ്റ്നാം. മോസ്റ്റ് എയർ പൊല്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റി 2025 ജനുവരിയിലെ കണക്ക് പ്രകാരമാണ്. PJ ആന്റണി സാംസ്കാരിക സമുച്ചയം നിലവിൽ വന്നത്? ഉത്തരം കൊച്ചിയാണ്. എല്ലാവർക്കും PJ ആന്റണിയെ അറിയണമെന്നില്ല. നമുക്ക് കേരള PSCയിൽ പ്രിലിമിനറി പരീക്ഷയെ തന്നെ സാംസ്കാരികം എന്ന് പറയുന്ന ഒരു വിഭാഗം ടോപ്പിക്ക് നമുക്കുണ്ട്. അവിടെ നമ്മൾ കേരള സിനിമയെക്കുറിച്ചൊക്കെ പഠിക്കും. അന്നേരം നമ്മൾ അറിയേണ്ട ഒരു കാര്യം, കേരള സിനിമയിൽ മലയാള സിനിമയിൽ തന്നെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വ്യക്തി എന്ന് പറയുന്നത് PJ ആന്റണിയാണ്. ഓക്കെ, 1974 നിർമാല്യം എന്ന് പറയുന്ന സിനിമ, ഇപ്പോൾ ഈ അന്തരിച്ചു പോയ MT വാസുദേവൻ നായർ അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രമാണ് നിർമാല്യം. അപ്പോൾ അതിൽ അഭിനയിച്ചതിന് 1974 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് PJ ആന്റണി. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സാംസ്കാരിക സമുച്ചയം വരുമ്പോൾ ഉറപ്പായിട്ടും PSC ആ ഒരു ഭാഗത്ത് നിന്നും കറണ്ട് അഫെയർ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കും. ഇനി യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ, അതായത് നമ്മുടെ ആധാറുമായി ബന്ധപ്പെട്ട ഡേറ്റ കൈകാര്യം ചെയ്യുന്ന അതോറിറ്റിയാണ് UIDAI അഥവാ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അതിന്റെ CEO ആയിട്ട് ഇപ്പോൾ നിയമിക്കപ്പെട്ടിരിക്കുന്നത് ഭുവനേഷ് കുമാറാണ്, CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അതുപോലെ തന്നെ കേരളത്തിന്റെ 23ാമത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാറി അല്ലെ, ബീഹാറിലേക്ക് പോയി. അപ്പോൾ ഇവിടെ കേരളത്തിന്റെ 23ാമത് ഗവർണറായിട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്നത് ഗോവയുടെ മുൻ മന്ത്രി കൂടിയായിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ്. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ.